നമസ്കാരം. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള ഏതെങ്കിലും രീതിയിലുള്ള പരാതികൾ സമർപ്പിക്കുന്നതിനായുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, അതായത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് CP ഗ്രാംസ് അഥവാ സെൻട്രലൈസ്ഡ് പബ്ലിക് ഗ്രീവൻസസ് റിഡ്രസ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്നത്. ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വിമുക്ത ഭടന്മാർക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അബീസ് ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി CP ഗ്രാമിനെ കുറിച്ച് ഒരു വിശദീകരണം നൽകാം. കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി എന്നിവിടങ്ങളിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി നൽകുന്ന പൊതുസേവനങ്ങൾ, അതായത് വൈദ്യുതി, ജലസേചനം, അതോടൊപ്പം തന്നെ ശുചിത്വം, ഈ തുടങ്ങിയ വിഷയങ്ങൾ, അതോടൊപ്പം മറ്റ് സാമൂഹികക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പെൻഷൻ, അതോടൊപ്പം തന്നെ സ്കോളർഷിപ്പ്, ഈ തുടങ്ങിയവ, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ക്രമസമാധാനം, ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിലുള്ള പരാതികളും ഈ ഒരു പോർട്ടൽ വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. രാജ്യത്തെ 1000-ഓളം വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ എല്ലാം കണക്ട് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ മുന്നിൽ എത്തിക്കുന്ന ഈ ഒരു പ്രക്രിയ വഴി നമ്മുടെ ഏത് രീതിയിലുള്ള പരാതികൾക്കും ഉടനടി തന്നെ ഒരു പരിഹാരം ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. വിമുക്ത ഭടന്മാർ, അവരുടെ ആശ്രിതർ, ഇവർക്കൊക്കെ ഈ ഒരു CP ഗ്രാം എന്നുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള വിഷയത്തിലോട്ട് വരാം. ഒന്നാമതായി പറയാനുള്ളത്, പെൻഷൻ സംബന്ധമായ എന്ത് വിഷയങ്ങളിലും ഉള്ള പരാതി നമ്മൾക്ക് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ വ്യക്തമായ അതിനുള്ള റിപ്ലൈ കിട്ടും എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. നമുക്കൊക്കെ തന്നെ അറിയാം, പെൻഷൻ സംബന്ധമായ എന്തെങ്കിലും പരാതികൾ നമ്മളുണ്ടെങ്കിൽ അപേക്ഷ രൂപേണ നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് ജില്ലാ സൈനിക് ബോർഡിനെയോ അല്ലെങ്കിൽ രാജ്യ സൈനിക് ബോർഡിനെയോ റെക്കോർഡ്സിനെയോ ഒക്കെയാണ്. അത് അപേക്ഷ രൂപേണയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു അധികാര പരിധി ഉള്ളതിനാൽ എത്രമാത്രം ക്രിയാത്മകമായി പല വിഷയങ്ങളിലും ഇടപെടാൻ സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് CP ഗ്രാം പോലുള്ള ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. പെൻഷൻ സംബന്ധമായ വിഷയങ്ങൾ, MACP അല്ലെങ്കിൽ DA Arrears, ഇതുപോലുള്ള വിഷയങ്ങളിന്മേൽ ഇതുവരെ പരിഹരിക്കപ്പെടാത്ത പല വിഷയങ്ങളും തന്നെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പരാതി നൽകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. മറ്റൊരു വിഷയം കൂടി, ഇങ്ങനെ പരാതി നൽകുമ്പോൾ യാതൊരുവിധ ഫീസും ഈടാക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. CP ഗ്രാം എന്ന ഈ പ്ലാറ്റ്ഫോം വഴി ചില വിഷയങ്ങൾ നമുക്ക് പരാതികൾ നൽകാനായിട്ട് സാധിക്കുകയില്ല. അത് ഏതൊക്കെ വിഷയങ്ങളാണെന്ന് അന്ന് ഞാൻ സൂചിപ്പിക്കാം. ഒന്നാമതായി റൈറ്റ് ടു ഇൻഫർമേഷൻ, അതായത് വിവരാവകാശ നിയമം സംബന്ധിച്ച വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പരാതി നൽകാനായിട്ട് സാധിക്കുകയില്ല. രണ്ടാമതായി കോടതി സംബന്ധമായ വിഷയങ്ങൾ, ഇപ്പോൾ കോടതിയിൽ നടക്കുന്ന ഏതെങ്കിലും കേസ് സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പരാതി നൽകാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. മൂന്നാമതായി മതപരമായ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ പരാതികളും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പരാതിപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അടുത്തതായി, ഒരു വ്യക്തിക്ക് CP ഗ്രാംസ് എന്ന ഈ ഓൺലൈൻ പോർട്ടലിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും അതോടൊപ്പം തന്നെ ഒരു പരാതി എങ്ങനെ സമർപ്പിക്കാമെന്നും നമുക്ക് നോക്കാം. ഇതിനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് pgportal.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക എന്നുള്ളതാണ്. അതല്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് CP ഗ്രാംസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു pgportal.gov.in എന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ആവാനായിട്ട് സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് എൻ്റർ ആകുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ കാണാനായിട്ട് സാധിക്കും. അതിൽ റൈറ്റ് സൈഡിൽ സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ആൾറെഡി ഈ ഒരു CP ഗ്രാമിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ യൂസർ നെയിം വെച്ചിട്ട് പാസ്വേഡും കൊടുത്തതിന് ശേഷം ഇതിൽ എൻ്റർ ആകാവുന്നതാണ്. പുതിയ ഒരു വ്യക്തിയാണ്, അതിൽ ആദ്യമായിട്ടാണ് ഈ ഒരു CP ഗ്രാം ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നു എങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. ഇതിന് താഴെ ക്ലിക്ക് ഹിയർ ടു സൈൻ അപ്പ് എന്നൊരു ഓപ്ഷനുണ്ട്, അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. പുതിയ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇതാണ്. ഇത്തരത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പണായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് രജിസ്ട്രേഷൻ ഫോമാണ്. ഇതിൽ നിങ്ങൾക്ക് പേര്, നിങ്ങളുടെ ജെൻഡർ, ഫുൾ അഡ്രസ്സ് എന്നിവ കൊടുക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, പിന്നെ സെക്യൂരിറ്റി കോഡ്, ഇവ ഇത്രയും കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കൊടുത്ത ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു
ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എഗൈൻ നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് ഓപ്പൺ ചെയ്തിട്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ഒരു OTP ലഭിക്കുന്നതിനായിട്ട് ഒരു ഓപ്ഷൻ അതിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ ആ മൊബൈൽ നമ്പറിൽ വരുന്ന OTP എൻ്റർ ചെയ്യുമ്പോൾ മറ്റൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് അതിൽ നിങ്ങൾക്ക് യൂസർ നെയിം, നിങ്ങൾ ഉപയോഗിക്കേണ്ട യൂസർ നെയിം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ പാസ്വേഡും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ഇത്രയും കൊടുത്തിട്ട് രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ, സബ്മിറ്റ് എന്നൊരു ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ നിങ്ങളുടെ CP ഗ്രാമുള്ള രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ലോങ് പ്രോസസ്സായിട്ട് തോന്നാമെങ്കിലും വളരെ സിമ്പിളാണ്. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു CP ഗ്രാമിൽ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂസർ നെയിം, പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് CP ഗ്രാമിൻ്റെ ഈ pgportal.gov.in എന്ന വെബ്സൈറ്റിലൂടെ. ഇതിൽ ഈ ഒരു വിൻഡോ ഞാൻ കാണിക്കുന്നുണ്ട്. യൂസർ ലോഗിനാണ് അതിൽ കാണിക്കുന്നത്. അതിൽ യൂസർ നെയിം, പാസ്വേഡ്, താഴെ ഒരു സെക്യൂരിറ്റി കോഡുണ്ട്, അത് ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ എന്നതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണ് നമുക്ക് നമ്മുടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വിൻഡോ ഇതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ലോഡ്ജ് പബ്ലിക് ഗ്രിവൻസ് ആൻഡ് താഴെ ലോഡ്ജ് പെൻഷൻ ഗ്രിവൻസ്. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു വിമുക്ത പഠന ഈ ഒരു CP ഗ്രാമിലൂടെ പെൻഷൻ സംബന്ധമായ വിഷയങ്ങളിൽ എങ്ങനെ ഒരു പരാതി നൽകാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പെൻഷൻ സംബന്ധമായ എന്ത് വിഷയങ്ങളും, അത് വിമുക്ത പഠനം ആയിക്കോട്ടെ, മറ്റ് ഒരു സെൻട്രൽ ഗവൺമെൻറ് പെൻഷനേഴ്സ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെൻറ് പെൻഷനേഴ്സ് ആയിക്കോട്ടെ, അവരെല്ലാം പെൻഷൻ സംബന്ധമായ എന്ത് വിഷയങ്ങളും ഈ ഒരു കംപ്ലൈൻറ്റ് ലോഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ലോഡ്ജ് പെൻഷൻ ഗ്രിവൻസ് എന്നുള്ള ഓപ്ഷൻ. ലോഡ്ജ് പെൻഷൻ ഗ്രിവൻസ് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ യു ആർ ബീങ് റീഡയറക്റ്റഡ് ടു ഗ്രിവൻസ് സിസ്റ്റം ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ എന്നുള്ള ഒരു വെബ്സൈറ്റിലോട്ട് നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ OK പ്രസ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ ഈ ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം റൈറ്റ് സൈഡിൽ മുകളിൽ തന്നെ ഒരു 3 ലൈൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു വിൻഡോ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഫസ്റ്റത്തെ ഹോമാണ്. അതിന് തൊട്ട് താഴെ ലോഡ്ജ് യുവർ ഗ്രിവൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വിൻഡോ നിങ്ങൾ കംപ്ലൈൻറ്റ് ലോഡ്ജ് ചെയ്യാനുള്ള വിൻഡോ ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിലൊരു വിൻഡോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വിൻഡോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ടൈപ്പ് ഓഫ് പെൻഷനർ. അതിൽ ഒരു 6 കാറ്റഗറിയാണ് ഉള്ളത്. അതിൽ ഡിഫൻസിൽ നിന്ന് പെൻഷനായവർ ഡിഫൻസ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പണായിട്ട് വരും. ഇതിൽ ഓരോരോ കോളങ്ങളും വ്യക്തമായിട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. നമുക്കത് ഓരോരോ കോളങ്ങൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് അത് മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രം വിച്ച് റിട്ടയർഡ് എന്നുള്ളതാണ്. അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, ഡിഫൻസിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നിങ്ങൾ പെൻഷൻ ആയിട്ടുള്ളത് എന്നാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് എന്ന് തന്നെയാണ്. പല ഡിപ്പാർട്ട്മെൻറ്റുകളും കൊടുത്തിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിലുള്ളത് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് എന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഓഫീസ് ഓർഗനൈസേഷൻ ഫ്രം വിച്ച് റിട്ടയർഡ് ഓർ റിട്ടയറിങ് എന്നുള്ളതാണ്. ഏത് ഓർഗനൈസേഷൻ, അത് ആർമി, നേവി, എയർഫോഴ്സ്, ഇത് ഏതാണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതാണ് ഈ ഒരു വിഷയത്തിൽ. മൂന്നാമത് എന്ന് പറയുന്നത് ഗ്രിവൻസ് പെർട്ടൈൻസ് ടു എന്നുള്ളതാണ്. അത് ഏത് ബ്രാഞ്ചിലാണ് നമ്മൾ പരാതി കൊടുക്കുന്നത് പറഞ്ഞാൽ അതിപ്പം പെൻഷൻ ഡിസ്ബേഴ്സിങ് ബാങ്കിലേക്കാണോ പെൻഷൻ ഈ ഒരു പരാതി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ മിനിസ്ട്രിക്കോ ആണ്, അല്ലെങ്കിൽ ഈ പരാതി നമുക്ക് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയത്തേ ഇല്ല എങ്കിൽ കൂടി നോട്ട് അവെയർ എന്നത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. മാക്സിമം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിനാണ് കൊടുക്കുന്നത്, അതായത് റെക്കോർഡ്സിലേക്ക് കൊടുക്കുമ്പോൾ മോഡി മിനിസ്റ്റർ ഓഫ് ഡിഫൻസിനാണ് നമ്മൾ കൊടുക്കുന്നത്. അവർ ബന്ധപ്പെട്ട റെക്കോർഡ്സിലേക്ക് ഈ ഒരു വിഷയം ഫോർവേഡ് ചെയ്യുന്നതാണ് പതിവ് എന്നുള്ളത്. ഇപ്പോൾ നമുക്കതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ നോട്ട് അവെയർ എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ മിനിസ്ട്രി തന്നെ സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോകാം എന്നുള്ളതാണ്. നാലാമത്തെ വരുന്നത്
ഗ്രീവൻസ് കാറ്റഗറി എന്താണ് എന്നുള്ളതാണ്. ഏത് രീതിയിലുള്ള എന്തിനെക്കുറിച്ചുള്ള പരാതിയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിൽ ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ 7th പേ കമ്മീഷനെ കുറിച്ചുള്ള എന്തെങ്കിലും പരാതിയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി പെൻഷനെ കുറിച്ചുള്ള പരാതിയാണോ, അല്ലെങ്കിൽ നോൺ പേയ്മെൻറ്റ് ഓഫ് അരിയേഴ്സ് ഓഫ് പെൻഷൻ ഓർ ഫാമിലി പെൻഷൻ ആൻഡ് അതർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സിന് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള പരാതിയാണോ, ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ലിസ്റ്റിലൊന്നും ഇല്ലാത്ത പരാതികളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഏറ്റവും താഴെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാവുന്നതാണ്. അതിന് താഴെയായി നിങ്ങളുടെ PPO നമ്പർ കൊടുക്കേണ്ടതായിട്ട് വരും. അതിന് താഴെ നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത്. നെയിം ഓഫ് കംപ്ലൈനൻറ്റ്, ആരാണോ ഈ കംപ്ലൈൻറ്റ് നൽകുന്ന വ്യക്തിയുടെ പേര് കൊടുക്കണം. അത് ഈ പെൻഷനർ തന്നെയാണ് കംപ്ലൈനൻ്റ് ആണെങ്കിൽ അത് യെസ് എന്ന് താഴെ കൊടുക്കേണ്ടതാണ്. അതിന് തൊട്ട് താഴെയായി നിങ്ങളുടെ ഏജ് ചോദിക്കുന്നുണ്ട്. 2 ഓപ്ഷനാണ്. ബിലോ 80 ഇയേഴ്സ് അല്ലെങ്കിൽ എബോവ് 80 ഇയേഴ്സിന് എബോവ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ബിലോ ആണെങ്കിൽ അങ്ങനെ അത് സെലക്ട് ചെയ്യേണ്ടതാണ്. അതിന് താഴെയായി നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, പോസ്റ്റൽ അഡ്രസ്സ് ഇവ വ്യക്തമായി തന്നെ കൊടുക്കേണ്ടതാണ്. പിൻ കോഡോടുകൂടി. അതിനുശേഷം മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആർമി നമ്പർ അല്ലെങ്കിൽ IC നമ്പർ, ഓഫീസറാണെങ്കിൽ IC നമ്പർ കൊടുക്കേണ്ടതായിട്ട് വരും. റാങ്ക് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ഓഫീസ് ഏതാണ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതിന് തൊട്ട് താഴെയായിട്ട് ടൈപ്പ് ഓഫ് പെൻഷൻ, നിങ്ങളുടെ എങ്ങനെയുള്ള പെൻഷനറാണ് എന്നുള്ളത്. നിങ്ങൾ VRS എടുത്തിട്ട് വന്ന പെൻഷനറാണോ, അല്ലെങ്കിൽ ഫാമിലി പെൻഷനറാണോ, അല്ലെങ്കിൽ സൂപ്പർ ആനുവേഷൻ. നോർമൽ നമ്മൾ സർവീസ് പെൻഷനേഴ്സ് എല്ലാം സൂപ്പർ ആനുവേഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. VRS എടുത്ത് വന്നവർ അതനുസരിച്ചിട്ട് കൊടുക്കുക. NPS ആണെങ്കിൽ സിവിലിയൻസിന് ഇപ്പോൾ ഉള്ള പെൻഷൻ സ്കീമാണ്. NPS സ്കീമാണെങ്കിൽ അങ്ങനെ. ഇതിൽ നമ്മൾ സൂപ്പർ ആനുവേഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് താഴെയായി നിങ്ങൾക്ക് നിങ്ങളുടെ പരാതി ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ റോമനിലോ നിങ്ങൾക്ക് ഈ ഒരു പരാതി ഇവിടെ ടൈപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അതിൻ്റെ 4000 അക്ഷരങ്ങൾ മാത്രമേ ഇതിൽ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതല്ല എങ്കിൽ നിങ്ങളുടെ ഒരു എഴുതിയ അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത ഒരു പരാതി നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ അത് ഇതിലോട്ട് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. മാക്സിമം പേര് ഇതിൽ ടൈപ്പ് ചെയ്യാറില്ല. ഇതുപോലെ എഴുതിയ പരാതി തന്നെ PDF ആയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുകയാണ് പതിവ്. അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ കോളം ബ്ലാങ്കായി വിട്ടതിന് ശേഷം ഡു യു വാണ്ട് ടു അപ്ലോഡ് ഡോക്യുമെൻറ്റ് എന്നുള്ളതിൽ യെസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫയൽ സെലക്ട് ചെയ്യാനായിട്ട് ആ ഫയൽ സെലക്ട് ചെയ്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം പ്ലീസ് എൻ്റർ സെക്യൂരിറ്റി കോഡ്, താഴെ കാണുന്ന സെക്യൂരിറ്റി കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ നിങ്ങൾ ഒരു പരാതി സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ്സിൽ ഒരു അപ്പീൽ നമ്പർ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ ലഭിക്കുന്നതായിരിക്കും. ഈ പരാതിയെക്കുറിച്ചുള്ള മുന്നോട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ട്രേസ് ചെയ്യാനായിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ അത്യാവശ്യമാണ്. നിങ്ങളിത് എങ്ങനെ ട്രേസ് ചെയ്യാം എന്ന് വെച്ചാൽ CP ഗ്രാമിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വ്യൂ ഗ്രീവൻസ് ഓർ അപ്പീൽ സ്റ്റേറ്റസ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ അപ്പീൽ നമ്പർ കൊടുത്തതിന് ശേഷം രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും കൊടുത്തിട്ട് ഈ ഒരു സെക്യൂരിറ്റി കോഡ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ നിലവിലെ സ്ഥിതി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പരാതിയുടെ ഇപ്പോഴുള്ള സ്ഥിതി അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് കൈകാര്യം ചെയ്യുന്നത്, എത്ര നാളെടുക്കും എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു CP ഗ്രാംസ് നമുക്ക് മൊബൈൽ വഴിയും ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം CP ഗ്രാംസ് ആപ്പ് എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. മൊബൈൽ വഴിയും നിങ്ങൾക്ക് ഈ ഒരു CP ഗ്രാംസ് ഉപയോഗിക്കാം. അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുക്കുകയാണെങ്കിൽ ലോഗിൻ ചെയ്തതിന് ശേഷം പരാതികൾ നമുക്ക് സെയിം പ്രോസസ്സ്, മുകളിൽ പറഞ്ഞ അതേ പ്രോസസ്സ് വഴി പരാതികൾ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പരാതികളുടെ ഇപ്പോഴത്തെ സ്ഥിതി വിവരങ്ങളൊക്കെ അറിയുന്നതിന് അത് ട്രേസ് ചെയ്യാൻ കഴിയുകയും ചെയ്യുന്നതാണ്. ഒരുപക്ഷെ
പല ആൾക്കാർക്കും ഈ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യാനോ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ പരാതികൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്ഷയ സെൻറ്റർ വഴിയും ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്റർ വഴിയും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പരാതി ലോഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു യൂസർ നെയിം പാസ്വേഡും നിങ്ങൾ ഉറപ്പായിട്ട് ഇതിലൊരു രജിസ്ട്രേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ കുറഞ്ഞത് ഒരു രജിസ്ട്രേഷനെങ്കിലും നിങ്ങൾ ചെയ്തു വയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പലതരത്തിലുള്ള പ്രശ്ന പരിഹാര സംവിധാനങ്ങൾ നമുക്കുണ്ടെങ്കിലും 1000-ഓളം വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോമിൽ ക്രോഡീകരിച്ചുകൊണ്ട് ഏതൊരു സാധാരണക്കാരൻ്റെയും പരാതിക്ക് അതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻ്റ് നൽകിക്കൊണ്ട് വ്യക്തവും സുതാര്യവുമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മഹത്വം നമ്മൾ അറിയാതെ പോകല്ല എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം എന്നത്. നാളിതുവരെയായി 20 ദശലക്ഷത്തോളം പരാതികൾ ലഭിക്കുകയും അതിൽ 90% പരാതികൾക്ക് വരെ പരിഹാരങ്ങൾ കണ്ടെത്തി എന്നുമാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഞാനിവിടെ ഒരു ചെറിയ ഡെമോ കൊടുത്തത് ഒരു വിമുക്ത ഭടനെ എങ്ങനെ ഇത് പ്രയോജനപ്പെടുത്താം എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ഇത് മാത്രമല്ല, 1000-ഓളം വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വേണമെങ്കിലും ഏത് തരത്തിലുള്ള പരാതി നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി, അതായത് യാതൊരു ഫീസും കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി വളരെ ഈസിയായി തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അതിനുള്ള പ്രശ്ന പരിഹാരം ഉറപ്പായും ലഭിക്കുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ഈ ഒരു വീഡിയോ പ്രയോജനപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ എത്തുന്നവരെ ജയ് ഹിന്ദ്.